ഗൗതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി സ്ഥാനമേറ്റെടുത്തപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ആക്രമണോത്സുകമായ ഒരു പുതിയ യുഗമായിരുന്നു. എന്നാൽ ഫലങ്ങൾ നേരെ മറിച്ചാണ്. ന്യൂസിലാൻഡിനെതിരായ മൂന്നാം ഏകദിനത്തിൽ 41 റൺസിന്റെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയതോടെ സ്വന്തം നാട്ടിൽ കീവീസിനോട് ആദ്യമായി ഒരു ഏകദിന പരമ്പര അടിയറവ് വെക്കേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യക്ക്. ഗംഭീറിന് കീഴിൽ ഇന്ത്യക്ക് നഷ്ടമാകുന്ന മൂന്നാമത്തെ ഹോം പരമ്പരയാണിത്. നേരത്തെ ശ്രീലങ്കയോടും ഓസ്ട്രേലിയയോടും ഇന്ത്യ തോറ്റിരുന്നു. മൂന്നാം ഏകദിനത്തിൽ 124 റൺസ് നേടിയ വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യൻ നിരയിൽ പൊരുതിയത്. വാലറ്റത്ത് ഹർഷിത് റാണ നടത്തിയ പിന്തുണയല്ലാതെ മറ്റാരും കോഹ്ലിക്ക് കൂട്ടായുണ്ടായിരുന്നില്ല. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിന്റെ ഈ പരാജയം 2027 ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. ഇന്ത്യൻ ടീമിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം പ്ലേയിങ് 11-ലെ സ്ഥിരതയില്ലായ്മയാണെന്ന് മുൻ താരം അജിങ്ക്യ രഹാനെ തുറന്നടിച്ചു. ക്രിക്ബസിന് നൽകിയ അഭിമുഖത്തിലാണ് രഹാനെ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അവസാനത്തെ 9 ഏകദിനങ്ങളിൽ 5-ലും ഇന്ത്യ തോറ്റു. അതിന് കാരണമുണ്ട്. ടീമിലെ നിരന്തര മാറ്റങ്ങളാണ് വില്ലൻ. ലോകകപ്പിനായി തയ്യാറെടുക്കുമ്പോൾ കളിക്കാർക്ക് സുരക്ഷിതത്വ ബോധവും വ്യക്തതയും മാനേജ്മെന്റിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആരൊക്കെ ടീമിലുണ്ടാകും, അവർ ഏതൊക്കെ സ്ഥാനങ്ങളിൽ കളിക്കും എന്നതിൽ വ്യക്തതയില്ലാതെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, രഹാനെ പറഞ്ഞു. ഗംഭീറിന് കീഴിൽ ഒരു താരവും സുരക്ഷിതരല്ല എന്ന തോന്നൽ ശക്തമാണ്. ശുഭ്മാൻ ഗിൽ T20 ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്തായത് ഇതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അടുത്ത ഏകദിന പരമ്പരയ്ക്ക് ഇനി 6 മാസത്തെ ഇടവേളയുണ്ട്. ഈ സമയത്തെങ്കിലും താരങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി നിർവചിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണം എന്നാണ് രഹാനെയുടെ പക്ഷം. ഇന്ത്യയിൽ കളിക്കുമ്പോൾ 3-0 ജയമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, രഹാനെ കൂട്ടിച്ചേർത്തു. സ്വന്തം നാട്ടിലെ കോട്ടകൾ ഓരോന്നായി തകരുമ്പോൾ ഗംഭീറിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.